അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നൊരു സഹാബി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിൽ ഹിജ്റ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്നപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ട് കുറേ ആളുകൾ സഹാബത്ത് വന്നു. മദീനയിൽ വന്ന ഉടനെ നബി തങ്ങൾ ചെയ്തത് മക്കക്കാരനായ ഒരാളെയും മദീനക്കാരനായ ഒരാളെയും കൂട്ടുകാരാക്കി. നമ്മുടെ നാട്ടിലൊക്കെ ദർസിന് കുട്ടികൾ വന്നാൽ എന്ത് ചെയ്യും? ഇതാ ഈ കുട്ടീനെ വെച്ചുകൊണ്ടേക്കോ രാവിലെ അവിടെ ഉച്ചക്ക് അവിടെ അറിഞ്ഞാണ്ട് അങ്ങനെ മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്ന ഓരോരുത്തരെയും മദീനയിൽ നേരത്തെയുള്ള അൻസാരികളായ ഓരോരുത്തർക്ക് കൊടുത്തു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അൻസാരിയായ ഒരാൾ കൊണ്ടുപോയി വീട്ടിൽ ചെന്നിട്ട് ചോറൊക്കെ കൊടുത്ത് ഉഷാറാക്കിയതിന് ശേഷം രാത്രി കിടക്കാൻ നേരത്തെ പറഞ്ഞു, പിന്നെ എനിക്ക് 2 തോട്ടങ്ങളുണ്ട്, 2 തോട്ടമുണ്ട്. ഇത് നാളെ നേരം വെളുത്താല് ഇന്റെ 2 തോട്ടം ഒന്ന് നടന്ന് കാണണം. എന്നിട്ട് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോട്ടം ഏതാച്ചാൽ അത് അനക്കണ്ട് തരാറുണ്ട്. മഹാനായ സയ്യിദുന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിങ്ങളെ തോട്ടം വേണ്ട, എനിക്ക് ചന്തയിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തന്നാൽ മതി. ഇങ്ങനെ നമ്മളെ ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ സങ്കല്പിക്കണം, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളോടൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ എന്താ പറയാ, ആയിക്കോട്ടെ എന്നാ അതിൽ പോരട്ടെ, ബാക്കി പിന്നെ നോക്കിയാൽ മതിയല്ല എന്നാണ്. അങ്ങനെയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വേണ്ടാന്ന് പറഞ്ഞതാണ്. ഞാൻ പറയുന്നുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ പൈസനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോണത്. എത്ര മുതലാളി ആയിരുന്നു എന്നാ പറയാൻ പോണത്. ഞമ്മക്ക് എന്താ വെച്ചാൽ ഓസി കിട്ടിയാൽ പിന്നെ ഓൽമെന്റും തിന്നാന്നുള്ളതാണ് പരിപാടി. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല BPL കാർഡിന് എന്തിനാ അപേക്ഷ കൊടുക്കണതെന്ന്. മുതലാളി ആവാനല്ലേ അപേക്ഷ കൊടുക്കേണ്ടത്? ദരിദ്രനാവാൻ അപേക്ഷ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല ഫക്കീർ ആവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമുണ്ടോ? എല്ലാവരും നമ്മളെ പൈസ ഇല്ലാത്തോ എന്ന് പറയുമ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കണം. എന്തിന്? അല്ലട്ടോ, നിങ്ങൾ ഇന്നൊന്ന് പൈസക്കാരനെന്ന് പറയണം. അതിനാണല്ലോ ശരിക്കും അപേക്ഷ കൊടുക്കേണ്ടത്. ഇത് ദരിദ്രനാവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യം എന്താ? നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട കേസാണ്. ഞാൻ ഒരു ഹദീസ് പറഞ്ഞുതരാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഫതഹ അലാ നഫ്സിഹി ബാബൻ മിനൽ മസ്അല ഫതഹല്ലാഹു അലൈഹി 70 ബാബൻ മിനൽ ഫഖർ. ഹബീബുനാ റസൂലുള്ളാഹി. ഒരാൾ തന്റെ സ്വന്തം ശരീരത്തിന്റെ മേൽ യാചനയുടെ, സഹായാഭ്യർത്ഥനയുടെ, അപേക്ഷയുടെ ഒരു വാതിൽ തുറന്നാൽ ഫതഹല്ലാഹു അലൈഹി 70 ബാബൻ മിനൽ ഫഖരി, അല്ലാഹു അവന്റെ മേൽ ദാരിദ്ര്യത്തിന്റെ 70 വാതിലുകൾ തുറക്കുന്നതാണ്. ഇരക്കണോൻ എന്നും ഇരക്കും, ഇരക്കണോൻ എന്നും ഇരന്നുകാണ്ടേയിരിക്കും. അപേക്ഷ കൊടുക്കണോൻ എല്ലാ കാലത്തും അപേക്ഷ കൊടുത്ത് കണ്ടിരിക്കും. മൻ ഒരാൾ ഫതഹ അവൻ തുറന്നു, അലാ നഫ്സി സ്വന്തം ശരീരത്തിന്റെ മേൽ, ബാബം മിനൽ മസ്അല ഇരക്കലിന്റെ ഒരു വാതിൽ, അപേക്ഷയുടെ ഒരു വാതിൽ, സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ, ചോദ്യത്തിന്റെ ഒരു വാതിൽ. ഫതഹല്ലാഹു അല്ലാഹു തുറക്കും, അലൈഹി അവന്റെ മേൽ 70 ബാബം മിനൽ ഫഖർ ദാരിദ്ര്യത്തിന്റെ 70 വാതിൽ. ദരിദ്രൻ എന്നും ദരിദ്രനാവുന്നതിന്റെ കാരണം എന്താ? ദരിദ്രനാവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. ഇനിയിപ്പോൾ 25 വരികയാണല്ലോ, കുറച്ച് കായൊക്കെ കിട്ടി, കുറച്ച് വയസ്സായി കുട്ടി ബാത്റൂം പോയിട്ട് ഇങ്ങനെ എണ്ണി നോക്കി എത്ര ഉണ്ട് എന്ന്. അത്യാവശ്യം തിരക്കിടൊന്നുമില്ല. പടച്ചോനെ റബ്ബേ, ഈ കൊല്ലത്തെ 25 കൊറോണ നക്കി, അടുത്ത കൊല്ലത്തെ 25 കുറച്ച് തോനെ തരണേ റബ്ബേ. എന്താ അതിന്റെ അർത്ഥം? അടുത്ത കൊല്ലത്തെ 25 ഇന്ന തെണ്ടിയാക്കണേന്നല്ലേ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? എന്താ തിരിച്ചു പറഞ്ഞാല്, അല്ലാഹുവേ ഈ കൊല്ലത്തെ 25 എനിക്ക് ഇരക്കേണ്ടി വന്നു, എനിക്ക് സക്കാത്ത് വാങ്ങേണ്ടി വന്നു, അടുത്ത കൊല്ലത്തെ 25 എനിക്ക് റബ്ബേ സക്കാത്ത് കൊടുക്കാനുള്ള അവസരം നൽകണേ എന്ന് ദ്വാരക്കാണെങ്കിൽ ഏത് കൊല്ലാണോ ദ്വാരുന്നത് ആ കൊല്ലം ആദ്യമായി കാറ് വാങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും പരിശോധിക്കാം, എല്ലാവർക്കും പരീക്ഷിക്കാം. അല്ല നമ്മളോട് എന്നോട് ചോദിച്ചോളി ഞാൻ നിങ്ങൾക്ക് തന്നോളാന്ന് പറഞ്ഞതേ പറ്റിച്ചാൻ പറഞ്ഞതല്ല, തരാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ്. ഓനാണ്ട് ദ്വാരക്കട്ടെ, കൊടുക്കാനൊന്നും ആവൂല എന്ന് കരുതി പറഞ്ഞതല്ല, തരാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ്. പക്ഷെ ചോദിക്കാൻ നമുക്ക് ഒഴിവില്ല, അതാ പ്രശ്നം.